ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit. എൻ്റെ കർത്താവെ, ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ നീ എന്തെല്ലാം കാലത്ത് എന്നോട് കാണിച്ച കാരുണ്യവും നീ എൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തെല്ലാം നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ, ആ സന്തോഷ നിമിഷങ്ങളെ പ്രതി നിൻ്റെ അവകാശമോഹരുവാൻ ജനങ്ങളെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ നാമം സന്ധിക്കപ്പെടട്ടെ. അവർ സന്ധിക്കപ്പെട്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുന്ന കാലത്തിനെ കാത്തിരിക്കുന്ന കർത്താവെ, Lord Jesus Christ, pour out His Spirit, touch our fingers, walk with the precious blood, Lord, infuse His Spirit of power and grace. 2 സാമുവേൽ 17:23. തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫേൽ കഴുതയ്ക്ക് ജീനിയിട്ട് തന്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തെന്ന് പറയാൻ കാരണം, ഇത് ഞാൻ ഈ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഇന്നലത്തതോടെ ഒന്ന് കേൾക്കണം കേട്ടോ. ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലത്തുനിന്ന് വായിച്ചേ. അതായത് 2 സാമുവേൽ 15:31 വായിച്ചേ. അഹിതോഫേലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹിതോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. അത് തൂങ്ങി മരിക്കണമെന്ന്, അവന്റെ കുടുംബം മുടിഞ്ഞു പോകണമെന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷെ കർത്താവിന്റെ ദാസനെ അങ്ങനെ ആർക്കും എഴുതി തള്ളാൻ പറ്റത്തില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് യോശുവയ്ക്ക് കൊടുക്കുന്ന ഉപദേശം? എന്താണ്? ശക്തനും ധീരനുമായിരിക്കും. യോശുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ്, ദൈവത്തിന്റെ കാര്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ മക്കൾ, ഈ ആത്മീയ ജീവിതം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ജീവിതമാണ്. നമ്മളെ പല ആൾക്കാരും മതജീവിതം എന്നാണ് പറയുന്നത്. മതജീവിതമാണ് അനുഷ്ഠിക്കുന്നത്, ആത്മീയ ജീവിതമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളും പിന്നീട്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മതജീവിതവും ജാതി ജീവിതവുമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതജീവിതവും ജാതി ജീവിതവും ജീവിക്കുന്നവരുള്ളവർ. They are not actually leading the spiritual life, especially biblical spirituality.